ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഫിസിക്സിൻ്റെ PYQ അനാലിസിസിൻ്റെ ഒരു വീഡിയോയിലാണുള്ളത്. ഇതിന് മുന്നത്തെ പല വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം. നമ്മളെ ഒരു പണ്ട് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ചോദിച്ചിട്ടുള്ള CUET NCERT ചോദ്യങ്ങൾ നമ്മൾ എടുക്കുന്നു, അതിൻ്റെ കോൺസെപ്റ്റ് ബ്രേക്ക് ചെയ്യുന്നു, അതിൻ്റെ ഇക്വേഷൻസ് പഠിക്കുന്നു, അതെങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ള നമ്മൾ ചെയ്ത് പഠിക്കുന്നു, കൂട്ടങ്ങോട്ട് വന്നുള്ള കേട്ടോ. ഓക്കെ, സോ ഈ ഒരു ചോദ്യത്തിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ ബേസിക്കലി ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ കുറച്ച് ചോദ്യങ്ങളുണ്ട്, അതേപോലെ സെക്കൻഡ് ചാപ്റ്ററുണ്ട്. അപ്പോൾ ഈ രണ്ട് ചാപ്റ്ററിനെയാണ് നമ്മളിവിടെ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്നാണ് നമ്മുടെ ഫസ്റ്റത്തെ രണ്ട് ചാപ്റ്ററിനെ കമ്പൈൻ ചെയ്ത് നമ്മൾ വിളിക്കുക. സോ ചാർജിന് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് ഇന്നത്തെ സെഷനിൽ നമുക്ക് ഉണ്ടാവുക കേട്ടോ. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോയേക്കാം. ചൂസ് ദി കറക്റ്റ് ആൻസർ ഫ്രം ദി ഫോളോയിങ്. If three charged particles are collinear and are in equilibrium, ഇക്വിലിബ്രിയത്തിലാവണമെങ്കിൽ മനസ്സിലാക്കാം മക്കളെ, ഇക്വിലിബ്രിയത്തിലാവണമെങ്കിൽ ഇപ്പോൾ 3 ചാർജസും ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ ഏത് ചാർജ് എടുത്താലും അതിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് എന്താവണം? 0 ആവണം. അപ്പോഴേ നമ്മൾ എന്ത് പറയുള്ളൂ? ഇക്വിലിബ്രിയം എന്ന് പറയുള്ളൂ. ഓക്കെ, സോ ഇവിടെ 3 ചാർജ്ഡ് പാർട്ടിക്കിൾസ് കൊളീനിയർ ആണ്. കൊളീനിയർ എന്ന് പറയുമ്പോൾ ഒരൊറ്റ ലൈൻ വരക്കുക. സെയിം ലൈനിൽ 3 ചാർജുണ്ട്. സോ ഒരു സെയിം ലൈൻ വരച്ചു. ഇവിടെ ഫസ്റ്റത്തെ ചാർജ് Q1, അതിൻ്റെ അടിയിൽ രണ്ടാമത്തെ ചാർജ് Q2, നെക്സ്റ്റ് ചാർജ് Q3. അവർക്കിടയിൽ ഡിസ്റ്റൻസ് എന്തുമാവാം, നമുക്കറിയില്ല. റാൻഡം ആയിട്ടൊരു ഫിഗർ വരച്ചു, അത്രയേ ഉള്ളൂ. ഓക്കെ, നമുക്ക് ഓരോ പോയിന്റ്സ് നമുക്ക് നോക്കാം. മാച്ച് ആവുന്നതാണോ, ശരിയാവോ ഇല്ലേ, നമുക്ക് ലോജിക്കലി ആലോചിച്ചതിനെ മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, സോ 3 ചാർജ്ഡ് പാർട്ടിക്കിൾസ് എടുത്തു. അത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓൾ ദി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഹാവ് ഈക്വൽ ചാർജ്. എല്ലാ ചാർജ്ഡ് പാർട്ടിക്കിൾസിൻ്റെ ചാർജുകളൊക്കെ ഈക്വൽ ആണെങ്കിൽ നമുക്ക് ഈക്വിലിബ്രിയം കണ്ടീഷൻ കിട്ടുമോ ഇല്ല നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ ഏതാണെന്നാണ് ചോദ്യം. അപ്പോൾ എല്ലാ ചാർജ്ഡ് പാർട്ടിക്കിൾസും പോസിറ്റീവായിട്ട് എടുക്കുക. ഓക്കെ, ഫസ്റ്റ് ചാർജ് ഒന്ന് കൺസിഡർ ചെയ്യാം. ഈ സെക്കൻഡ് ചാർജ് ഫസ്റ്റ് ചാർജിലേക്ക് ഉണ്ടാക്കുന്ന ഫോഴ്സ് അട്രാക്റ്റീവാണോ റിപ്പൽസീവാണോ? രണ്ട് പോസിറ്റീവ് വന്ന് എന്തുണ്ടാക്കുക? റിപ്പൽഷൻ ഉണ്ടാക്കുക. സോ Q2 ചാർജ് ഉണ്ടാക്കുന്ന ഒരു ഫോഴ്സ് റിപ്പൽഷനാണ്. Q3 ചാർജ് ഉണ്ടാക്കുന്ന ഫോഴ്സ് ഏതാ വരിക? അതും പോസിറ്റീവാണ്, റിപ്പൽഷൻ. അപ്പോൾ വീണ്ടും ഒരു എക്സ്ട്രാ ഒരു ഫോഴ്സും കൂടെ വരും. ഇനി നിങ്ങൾ പറ, ഇവിടെ ഉണ്ടാകുന്ന നെറ്റ് ഫോഴ്സ് 0 ആവാനുള്ള വല്ല സാധ്യതയുണ്ടോ? ഇല്ല. സോ എല്ലാ ചാർജും സെയിം സൈൻ ആയാൽ ഓൾ ദി ചാർജ് പാർട്ടിക്കിൾ ഹാവ് ഈക്വൽ ചാർജ്, സെയിം സൈനിൻ്റെ കേസായിട്ട് നമ്മൾ പറഞ്ഞത്. ഈ പറഞ്ഞ സെയിം സൈൻ എല്ലാം പോസിറ്റീവ് ആണെങ്കിൽ ആ ഒരു കേസായിട്ട് പറഞ്ഞത്. എല്ലാം പോസിറ്റീവ് ആയാലോ അല്ലെങ്കിൽ എല്ലാം നെഗറ്റീവ് ആയാലോ നമുക്കൊരിക്കലും നെറ്റ് ഫോഴ്സ് എന്ത് കിട്ടില്ല? 0 ആയിട്ട് കിട്ടില്ല. സോ സെയിം സൈൻ എന്താൻ പറ്റില്ല, ഇവിടെ ആകാൻ പറ്റില്ല. അത് മനസ്സിലാക്കുക. അപ്പോൾ സെയിം സൈനിൽ വരുന്ന സെൻറ്റൻസ് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഒക്കെ തെറ്റാണ്. സോ നോക്കുക, ഓൾ ചാർജ് പാർട്ടിക്കിൾസ് ഹാവ് സെയിം സൈൻ, അത് ശരിയാവില്ല. അപ്പോഴേ മനസ്സിലാക്കുക. സോ ഇത് തെറ്റാണ്. ഓൾ ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഹാവ് സെയിം സൈൻ, ഒരിക്കലും അത് പോസിബിൾ അല്ല, അതും തെറ്റാണ്. ഓൾ ദി ചാർജ്ഡ് പാർട്ടിക്കിൾസ് കനോട്ട് ഹാവ് സെയിം സൈൻ, അത് ശരിയാണ്. ഒരിക്കലും സെയിം സൈൻ ആകാൻ പറ്റില്ല. ചിലപ്പോൾ ഒന്ന് പോസിറ്റീവായ ബാക്കി 2 നെഗറ്റീവ് ആകേണ്ടി വരും, അല്ലെങ്കിൽ 2 പോസിറ്റീവായ 1 നെഗറ്റീവ്. എന്തായാലും സെയിം സൈൻ പറ്റില്ല, നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ സെയിം സൈൻ ആകരുതെന്ന സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ശരിയാണ്. ഫോർത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ ശരിയാണ്. ഇനി ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക. ഓൾ ദി ചാർജ് പാർട്ടിക്കിൾ ഹാവ് ഈക്വൽ ചാർജാണ്. ഞാൻ പെട്ടെന്ന് മാറിപ്പോയതാണ്. ഈക്വൽ ചാർജ് എന്താ സംഭവിക്കുക ഇവിടെ? ഈക്വൽ ചാർജ് എല്ലാവരുടെയും മാഗ്നിറ്റ്യൂഡുകൾ സെയിം ആണ്. അപ്പോൾ ഇവനുണ്ടാക്കുന്ന ഒരു ഫോഴ്സ് ഉണ്ട്, ഇവനുണ്ടാക്കുന്ന ഒരു ഫോഴ്സ് ഉണ്ടോ? ഈ രണ്ട് Q2 Q3 ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണെങ്കിൽ അവരുണ്ടാക്കുന്ന Q1ലേക്ക് ഉണ്ടാക്കുന്ന ഫോഴ്സ് സെയിം ആവും? ഇല്ല. കാരണം ഡിസ്റ്റൻസ് എന്തല്ല, സെയിം അല്ല. സോ Q1 Q2 തമ്മിലുണ്ടാകുന്ന ഡിസ്റ്റൻസിനേക്കാൾ കൂടുതലാണ് Q1ഉം Q3 തമ്മിലുണ്ടാകുന്ന ഡിസ്റ്റൻസ്. അപ്പോൾ ഡിസ്റ്റൻസ് കൂടുതലായതുകൊണ്ട് തന്നെ ചാർജുകൾ സെയിം ആയതുകൊണ്ട് അവിടെ എന്ത് കിട്ടില്ല? നെറ്റ് ഫോഴ്സ് നമുക്ക് ഒരിക്കലും 0 ആയിട്ട് കിട്ടില്ല. സോ ഇവിടെ ഒരേ ഒരു ഓപ്ഷന് ശരിയായിട്ട് വരുന്നുള്ളൂ, ദാറ്റ് ഈസ് ഓപ്ഷൻ 4. സോ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസുകൾ ടാക്കിൾ ചെയ്യാൻ വേണ്ടി നിങ്ങൾ കുറച്ച് ലോജിക്കലൊന്ന് ചിന്തിക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ ഏത് കോൺസെപ്റ്റ് ഇതിൽ അപ്ലൈ ചെയ്തെന്ന് ചോദിച്ചാൽ, 2 പോസിറ്റീവ് ചാർജ് വന്നാൽ റിപ്പൽഷനാണ്, 2 നെഗറ്റീവ് ചാർജ് വന്നാലും രണ്ടും റിപ്പൽഷനാണ്. ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ് വരുമ്പോഴാണ് എന്ത് കിട്ടുക? അട്രാക്ഷൻ കിട്ടുക. ആ ഒരു പ്രോപ്പർട്ടി ഇവിടെ അപ്ലൈ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. വളരെ സിമ്പിൾ കോൺസെപ്റ്റാണ്. രണ്ടാമത്, ചാർജുകളുടെ മാഗ്നിറ്റ്യൂഡ് സെയിം ആയി എപ്പോഴും ചാർജിൻ്റെ ഉണ്ടാക്കുന്ന ഫോഴ്സ് സെയിം ആവണമെന്ന് ഒരു നിർബന്ധമില്ല. കാരണം ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റിയും കൂടെ എന്ത് ചെയ്യണം? കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ. 2 പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റേഴ്സ് ഓഫ് കപ്പാസിറ്റൻസസ് 2 microfarad, 3 microfarad are joined in series
and the combination is connected to a battery of V volt. Okay. The values of potential across the two capacitors V1 and V2 and energy stored in the two capacitors U1 and U2 respectively are related as. ഓക്കെ, നല്ല ചോദ്യമാണ്, നല്ല അടിപൊളി ചോദ്യമാണ്. നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസിൽ വന്നിട്ടുള്ള ചോദ്യമാണ്. സോ 2 കപ്പാസിറ്റേഴ്സ് ഉണ്ട്, നമുക്ക് ഓൾറെഡി മനസ്സിലായി. സോ 2 കപ്പാസിറ്റേഴ്സിൻ്റെയും കപ്പാസിറ്റൻസസ് നമുക്കിവിടെ മാർക്ക് ചെയ്യാം. C1 ഈക്വൽ ടു 2 മൈക്രോ ഫാരഡ്, C2 ഈക്വൽ ടു 3 മൈക്രോ ഫാരഡ്. 2 കപ്പാസിറ്റേഴ്സും മാർക്ക് ചെയ്തു. അത് കണക്ട് ചെയ്തിട്ടുള്ള ടോട്ടൽ വോൾട്ട് V ഉണ്ടെന്ന് നമുക്കറിയാം. ഓക്കെ, ഇപ്പോൾ 2 കപ്പാസിറ്റേഴ്സ് എങ്ങനെ കണക്ട് ചെയ്തില്ല? സീരീസ് കോമ്പിനേഷൻസിലാണ് കണക്ട് ചെയ്തത്. 2 കപ്പാസിറ്റേഴ്സും സീരീസ് കോമ്പിനേഷൻ കണക്ട് ചെയ്തു. അപ്പോൾ 2 കപ്പാസിറ്റേഴ്സിനെ ഇതേപോലെ സീരീസ് കോമ്പിനേഷൻസിൽ കണക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഉണ്ടാവുന്ന ചാർജ് എന്താണ്? സെയിം ആണ്. അപ്പോൾ ചാർജിന് നമുക്ക് എന്ത് ചെയ്യണ്ട? Q1 Q2 എന്ന പേര് കൊടുക്കണ്ട. പക്ഷേ ഫസ്റ്റത്തെ കപ്പാസിറ്റർ C1ഉം സെക്കൻഡ് കപ്പാസിറ്റർ C2 ആണെങ്കിൽ ഫസ്റ്റ് കപ്പാസിറ്ററിന് ചുറ്റുമുണ്ടാവുന്ന ഒരു പൊട്ടൻഷ്യലാണ് V1, സെക്കൻഡ് കപ്പാസിറ്റർ ചുറ്റുമുണ്ടാവുന്ന പൊട്ടൻഷ്യലാണ് V2. അപ്പോൾ ഇവിടെ പൊട്ടൻഷ്യൽ വോൾട്ട് എന്തല്ല? സെയിം അല്ല. സീരീസ് കോമ്പിനേഷൻസിൽ ചാർജാണ് സെയിം, വോൾട്ട് സെയിം അല്ല ഫോർ എ കപ്പാസിറ്റർ. ഓക്കെ, അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യണം. സോ നമുക്ക് 2 രീതിയിൽ കാണാൻ. ഒന്ന് 2 വോൾട്ട് V1ഉം V2നും കുറിച്ചിട്ട് ഒരു ഐഡിയ ഉണ്ടാക്കണം. അതേപോലെ U1ഉം U2 എന്ത് ചെയ്യണം? നമുക്ക് ഐഡിയ ഉണ്ടാക്കാണ്ട് അവരുടെ റേഷ്യോ ആണ് കാണേണ്ടത്. ഓക്കെ, സോ ആദ്യം നമുക്ക് V1 V2 കാണാം. സോ V1 ഈക്വൽ ടു ചാർജ് Q/C1 ആണ്. ഇതിപ്പോൾ എന്തുണ്ടായി? എടാ, ചാർജ് Q ഈക്വൽ ടു കപ്പാസിറ്റൻസിൻ്റെ വോൾട്ടാണ്. സോ വോൾട്ട് ഈസ് ഈക്വൽ ടു ചാർജ് ബൈ കപ്പാസിറ്റൻസ് ആണ്. സോ വോൾട്ട് അറ്റ് 1 കപ്പാസിറ്റർ എടുക്കുമ്പോൾ കപ്പാസിറ്റർ 1 കൊടുക്കണം. അപ്പോൾ വോൾട്ട് 2 എടുത്താൽ കപ്പാസിറ്റർ 2 കൊടുക്കേണ്ടി വരും. സോ ഈ ഒരു കോൺസെപ്റ്റ് ആട്ടോ യൂസ് ചെയ്ത്. സോ ചാർജ് ഈസ് ഈക്വൽ ടു C ഇൻറ്റു V, അതേപോലെ വോൾട്ട് ഈസ് ഈക്വൽ ടു ചാർജ് ബൈ കപ്പാസിറ്റൻസ്. ഓക്കെ, സോ V2 ഈക്വൽ ടു ചാർജ് ബൈ C2. അങ്ങനെയാണെങ്കിൽ V1 ബൈ V2 ചെയ്യുന്ന സമയത്ത് V1ൻ്റെ ഇക്വേഷൻ ചാർജ് ബൈ C1ഉം V2ൻ്റെ ഇക്വേഷൻ ചാർജ് ബൈ C2ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ചാർജും തമ്മിൽ ക്യാൻസൽ ആവുന്നത് കാണാൻ പറ്റും. ബാക്കി 1/C1 മേലെയുണ്ട്, താഴെ 1/C2 ഉണ്ട്. അത് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നേരെ തിരിയാന്ന് പറയുമ്പോൾ C2 നേരെ മേലേക്ക് വരും, C1 നേരെ താഴോട്ട് വരും. V1 ബൈ V2ൻ്റെ ആൻസർ C2 ബൈ C1 ആണ്. C2ൻ്റെ വാല്യൂ നമുക്കറിയാം 3 മൈക്രോ ഫാരഡാണ്. C1 ആണെങ്കിൽ 2 മൈക്രോ ഫാരഡാണ്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ C2 ബൈ C1 3/2. ഓക്കെ, C2 ബൈ C1 3/2. സോ V1 ബൈ V2 ഈക്വൾ ടു 3/2. അങ്ങനെ ഓപ്ഷൻ ഉണ്ട് നോക്കുക. V1 ബൈ V2 ഈക്വൾ ഇവിടെ 3/2 ഉണ്ട്. ഓപ്ഷൻ 1 ശരിയാവാൻ ചാൻസ് ഉണ്ട്. V1 ബൈ V2 ഈക്വൾ 2/3 ആണ് വന്നിട്ടുള്ളത്. സോ V1 ബൈ V2 2/3 ഒരിക്കലും വരില്ല. ഇറ്റ്സ് എ റോങ് ആൻസർ. ദെൻ V1 ബൈ V2 ഇവിടെയും 3/2 വന്നിട്ടുണ്ട്. സോ ഓപ്ഷൻ 3 ശരിയാവാം. 2/3 ഒരിക്കലും വരില്ല. അപ്പോൾ നമുക്ക് ഈ U1 ബൈ U2 കൂടെ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കാനുണ്ട്. ഓക്കെ, സോ നമുക്കിവിടെ ചെയ്യാം. U1 ബൈ U2 ചെയ്യാൻ പോവാം കേട്ടോ. അപ്പോൾ ഇതൊന്നും വായിക്കുകയാണ്, ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. പൊട്ടൻഷ്യൽ എനർജിയാണ് U. പൊട്ടൻഷ്യൽ എനർജി ഈ കപ്പാസിറ്റേഴ്സ് എന്താ പറയുക, സീരീസ് കോമ്പിനേഷൻസ് കൊടുക്കുന്ന സമയത്ത് ചാർജ് സെയിം ആണ്. ആ കേസിൽ നമ്മൾ എപ്പോഴും ഫോളോ ചെയ്യേണ്ട ഒരു പൊട്ടൻഷ്യൽ എനർജി ഇക്വേഷൻ ആണ് Q²/2C. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ഫസ്റ്റ് കപ്പാസിറ്റർ ആണെങ്കിൽ Q²/2C1. പൊട്ടൻഷ്യൽ എനർജി ഓഫ് സെക്കൻഡ് കപ്പാസിറ്റർ ആണെങ്കിൽ Q²/2C2. തൽക്കാലം താഴേക്ക് എഴുതാം, Q²/2C2. സെക്കൻഡ് കപ്പാസിറ്റർ ആണെങ്കിൽ Q²/2C2. സെയിം മെത്തേഡ് U1 ബൈ U2 ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്ത് നോക്കുക. സോ അങ്ങനെ U1 ബൈ U2 എടുക്കുന്ന സമയത്ത് കിട്ടുന്ന റേഷ്യോ 2/3 ആണോ 3/2 ആണോ എന്ന് മാത്രം നമുക്ക് നോക്കേണ്ട ആവശ്യമുള്ളൂ. സോ ഞാൻ റേഷ്യോ എടുക്കാൻ പോവുകയാണ്. U1 ബൈ U2 ഈക്വൽ ടു Q²/2 ഇൻറ്റു C1 ബൈ Q²/2 ഇൻറ്റു C2. Q² 2 ഒക്കെ ക്യാൻസൽ ആയിട്ട് പോകും. ലാസ്റ്റ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടുക വീണ്ടും സെയിം ആൻസറാണ്, C2 ബൈ C1 എന്ന് തന്നെ കിട്ടും. അതിൻ്റെ ആൻസർ നമുക്കറിയാം 3/2. സോ എല്ലാം 3/2 ആയിട്ട് തന്നെ വരണം. V1 ബൈ V2ഉം U1 ബൈ U2 എന്ത് തന്നെയാണ്?
3/2 ആണ്. ഓക്കെ, നല്ല അടിപൊളി ചോദ്യം കേട്ടോ. കപ്പാസിറ്ററിൻ്റെ കോമ്പിനേഷൻ്റെ ഒരു ആപ്ലിക്കേഷനായിട്ട് വന്ന ഒരു ചോദ്യമായിരുന്നു ഇത് കേട്ടോ. ഓക്കെ, ദ നെക്സ്റ്റ് വൺ, എ നെറ്റ്വർക്ക് ഓഫ് 420 microfarad. A network of 420 microfarad capacitors are connected to a 200 volt supply. Equivalent capacitance of the circuit and charge on each capacitor. ഓക്കെ, നല്ല അടിപൊളി ചോദ്യം. നമ്മൾ വീണ്ടും കപ്പാസിറ്ററിൻ്റെ കോമ്പിനേഷൻസ് ബേസിൽ വന്നൊരു ചോദ്യം കൂടിയാണ് കേട്ടോ. ഓക്കെ, സോ ഇവിടെ നോക്കുന്ന സമയത്ത് 20 മൈക്രോഫാരഡിൻ്റെ 4 കപ്പാസിറ്റേഴ്സ് ഉണ്ട്. ഫസ്റ്റ് കാര്യം, ഇത് ഏത് കോമ്പിനേഷനാണ്? സീരീസ് ആണോ അതോ പാരലൽ ആണോ, അതല്ല രണ്ടിൻ്റെയും മിക്സഡ് കോമ്പിനേഷനാണ് നോക്കുക. സോ ഇവിടെ ആദ്യം മനസ്സിലാക്കാൻ പറ്റും, ഇതിൽ സീരീസ് കോമ്പിനേഷൻസും ഉണ്ട്, പാരലൽ കോമ്പിനേഷൻസും ഉണ്ട്. അപ്പോൾ രണ്ടും മിക്സഡ് ആണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ വെച്ചാൽ, ഈ സർക്യൂട്ട് നമുക്ക് റീഡ്രോ ചെയ്യാൻ പോവാം. റീഡ്രോ ചെയ്യുന്ന സമയത്ത് ഈ 2 കപ്പാസിറ്റേഴ്സും സീരീസ് കോമ്പിനേഷൻസിലെ സീരീസ് കോമ്പിനേഷൻസിലാണെങ്കിൽ നമ്മൾ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 1/C1 + 1/C2 ആണ്. സീരീസ് കോമ്പിനേഷൻസിലാവുമ്പോൾ ഇക്വേഷൻ നമ്മൾ റെസിസ്റ്റേഴ്സിൻ്റെ കേസിൽ പാരലലി പഠിച്ചൊരു ഇക്വേഷൻ ഉണ്ട്, അതാണ് ഇവിടെ സീരീസിൽ കൊടുക്കുക. സോ ഇവിടെ 20 സീരീസ് കോമ്പിനേഷനാണ്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ ഞാൻ ആ കോർണറിൽ കൊണ്ടുപോയിട്ട് വരച്ചിട്ടില്ലേ. പക്ഷേ ഒരു ട്രിക്ക് ഉണ്ട്. ഇവിടെ 2 കപ്പാസിറ്റേഴ്സും സെയിം മാഗ്നിറ്റ്യൂഡാണ്, ഒരേ അളവാണ്. രണ്ടും സെയിം ആണെങ്കിൽ, സീരീസ് കോമ്പിനേഷൻ ആണെങ്കിൽ 2 ആൾ സെയിം ആണെങ്കിൽ അതിൻ്റെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് പകുതിയായിരിക്കും. അപ്പോൾ ഇത് ചെയ്ത് വരുമ്പോൾ മേലെ വരേണ്ട എഫക്റ്റീവ് കപ്പാസിറ്റൻസ് അതിൻ്റെ നേരെ പകുതി ആയിരിക്കും. ദാറ്റ് ഈസ് 10 മൈക്രോഫാരഡ് ആയിട്ടുണ്ടാവും. ഓക്കെ, ദെൻ താഴെ നമ്മുടെ ബാറ്ററി ഉണ്ട്. ഓക്കെ, ഇത് നമ്മുടെ ബാറ്ററിയാണ്. അപ്പോൾ അവിടെ 200 വോൾട്ടിൻ്റെ ബാറ്ററി. ഇവിടെയും തന്നെ 20 എന്താണ്? ഈ 2 സീരീസ് കോമ്പിനേഷനാണ്. സോ അതിൻ്റെ ആൻസർ എന്താ വരിക? 10 മൈക്രോഫാരഡാണ് ആൻസർ വരിക. 10 മൈക്രോഫാരഡാണ് ആൻസർ വരിക. ഇനി നോക്കുക, ഈ 10 മൈക്രോഫാരഡും ഈ 10 മൈക്രോഫാരഡും എന്തായിരിക്കും? പാരലൽ കോമ്പിനേഷൻ ആയിരിക്കും. പാരലൽ കോമ്പിനേഷൻ ആണെങ്കിൽ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് അഥവാ ഇക്വിവാലൻ്റ് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കണമെങ്കിൽ പാരലാണ് C1 + C2 അടിക്കുക. ദാറ്റ് ഈസ് 10 + 10 ദാറ്റ് ഈസ് ഈക്വൽ ടു 20 മൈക്രോഫാരഡ്. 20 മൈക്രോഫാരഡിൻ്റെ വാല്യൂ ആണ് 20 × 10⁻⁻6 ഫാരഡ്. -6 ഫാരഡ്. സോ ഇക്വിവാലൻ്റ് കപ്പാസിറ്റൻസ് നമുക്ക് ഇവിടെ കിട്ടി. ഇനി നമുക്ക് ടോട്ടൽ ചാർജ് കാണാൻ പറ്റും. സോ ടോട്ടൽ ചാർജ് കണ്ടുപിടിക്കാൻ വേണ്ടി ടോട്ടൽ ചാർജ് Q ഈക്വൽ ടു ഇക്വേഷൻ വരിക C × V ആണ്. സോ ടോട്ടൽ ചാർജ് Q ഈക്വൽ ടു ടോട്ടൽ കപ്പാസിറ്റൻസ് C × ടോട്ടൽ വോൾട്ട് V ആണ് യൂസ് ചെയ്യുക. ഇവിടെ ടോട്ടൽ കപ്പാസിറ്റൻസ് ആണ് ഇക്വിവാലൻ്റ് കപ്പാസിറ്റൻസ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇക്വിവാലൻ്റ് കപ്പാസിറ്റൻസ് ആണ് 20 × 10⁻⁻6 ഇൻറ്റു ടോട്ടൽ വോൾട്ടേജ് ആണ് ഇവിടെ 200 വോൾട്ടേജ് കിട്ടിയിട്ടുണ്ടാവുക. സോ ഇത് ചെയ്ത് വരും നമുക്ക് കിട്ടുക 4 × 10⁻³ ആണ് കിട്ടിയിട്ടുണ്ടാവുക. 4 × 10⁻³ കൂളമ്പാണ് നമുക്ക് ടോട്ടൽ ചാർജ് ഉണ്ടാവുക. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി, ഇവിടെയാണ് നമ്മുടെ ടോട്ടൽ ചാർജ് ഉണ്ടാവുക. ഈ ചാർജ് എന്ത് ചെയ്യും? എ എന്ന് പറയുന്ന ജംഗ്ഷനിൽ എത്തുന്ന സമയത്ത് സ്പ്ലിറ്റായിട്ട് കുറച്ച് ചാർജ് മേലേക്കും കുറച്ച് താഴേക്കും ഇങ്ങനെ പോവാം. പക്ഷേ 2 സൈഡിലുണ്ടാകുന്ന കപ്പാസിറ്റൻസ് ഒക്കെ സെയിം ആയതുകൊണ്ട് തന്നെ ഇവിടെ ചാർജുകൾ ഈക്വലായിട്ട് എന്ത് ചെയ്യും? ഡിവൈഡ് ആയിട്ട് പോവും. അപ്പോൾ ഓരോ കപ്പാസിറ്ററിൻ്റെ ഉള്ളിൽ കൂടെ ഉണ്ടാകുന്ന ചാർജ് എന്ന് പറഞ്ഞാൽ Q/2 ആണ്. ദാറ്റ് ഈസ് 2 × 10⁻³ കൂളമ്പാണ്. ഓക്കെ, Q/2 എടുക്കണം. സോ ആൻസർ നോക്കുമ്പോൾ 2 × 10⁻³ കൂളമ്പും കിട്ടണം. ദെൻ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് 20 മൈക്രോഫാരഡും കിട്ടണം. സോ 20 മൈക്രോഫാരഡിൽ വരുന്ന 2 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ 2 × 10⁻³ കൂളമ്പ് വരുന്ന ആൻസർ ഒറ്റ ആൻസറേ ഉള്ളൂ. സോ ഓപ്ഷൻ 3 ഈസ് ദി റൈറ്റ് ആൻസർ. ഓക്കെ, ചെയ്ത് നോക്കിയാൽ മതി, പെട്ടെന്ന് കിട്ടുന്ന ചോദ്യമായിരുന്നു കേട്ടോ. സോ ഇത് കോമ്പിനേഷൻസിൻ്റെ മറ്റൊരു ആപ്ലിക്കേഷൻ ആയിട്ട് വന്നിട്ടുള്ള ഒരു ചോദ്യം കൂടിയാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. An isolated sphere has a capacitance of 60 picofarad. പൈക്കോഫാരഡ് നമ്മൾ കൺവേർഷൻസ് അറിയണം. മൈക്രോഫാരഡ് ഉണ്ടാവാം, മില്ലി ഫാരഡ് വരാം, പൈക്കോഫാരഡ് വരാം. ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് മൈക്രോഫാരഡും പൈക്കോഫാരഡുമാണ്. ആ ഒരു എന്താ പറയുക കൺവേർഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. 1 മൈക്രോഫാരഡ് എന്ന് പറയുമ്പോൾ 1 × 10⁻⁻6 ഫാരഡാണ്. അതേപോലെ തന്നെ 1 പൈക്കോഫാരഡ് ഈസ് ഈക്വൽ ടു 1 × 10⁻12 ഫാരഡാണ്. 12 ഫാരഡാണ് കേട്ടോ, മനസ്സിലാക്കി വെക്കുക. സോ അൻ ഐസൊലേറ്റഡ് സ്ഫിയർ, ഒരു സ്ഫിയർ ഉണ്ട്. ആ സ്ഫിയറിന് ഒരു കപ്പാസിറ്റൻസ് തന്നിട്ടുണ്ട് 60 പൈക്കോഫാരഡ് ആണ്. എങ്കിൽ ആ സ്ഫിയറിൻ്റെ
റേഡിയസ് എത്ര എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. ഓക്കെ, അപ്പോൾ സ്ഫിയറിൻ്റെ ഒരു കപ്പാസിറ്റൻസ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് അതിനൊരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത് നമുക്കറിയാം. ചാർജ് ഇസ് ഈക്വൽ ടു കപ്പാസിറ്റൻസ് ഇൻറ്റു വോൾട്ടാണ്. മക്കളെ പറഞ്ഞു നോക്കുക, കപ്പാസിറ്റൻസ് ഇസ് ഈക്വൽ ടു ചാർജ് ബൈ പൊട്ടൻഷ്യൽ അല്ലേ? ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഇനി ഈ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഉണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു ചാർജ് ബൈ പൊട്ടൻഷ്യൽ ഇക്വേഷനാണ് 1/4πε0 Q ബൈ ഡിസ്റ്റൻസ് R. ഇതാണ് പൊട്ടൻഷ്യൽ കാണാൻ ജനറൽ ഇക്വേഷൻ. സോ മേലെയും ചാർജ് Q, താഴെയും ചാർജ് Q വന്നു, ക്യാൻസൽ. ഒരു ഡിവിഷനും കഴിഞ്ഞ് രണ്ടാമത്തെ ഡിവിഷന് താഴെയുള്ള ആളുകളൊക്കെ എന്താവും? നേരെ മേലോട്ട് കയറും. സോ യു വിൽ ഗെറ്റ് ആൻസർ 4πε0 R. ഇതായിരിക്കും ആൻസർ കിട്ടിയിട്ടുണ്ടാവും, 4πε0 R. ഓക്കെ, സോ കപ്പാസിറ്റൻസിന് ഇക്വേഷൻ കിട്ടി. കപ്പാസിറ്റൻസ് ഈസ് ഈക്വൽ ടു 4πε0 റേഡിയസ് ക്യാപിറ്റൽ R. നമുക്കിവിടെ കിട്ടേണ്ടത് വാട്ട് ഈസ് ദി റേഡിയസ് ഓഫ് ദി സ്ഫിയർ. ഈ സ്ഫിയറിൻ്റെ റേഡിയസ് കണ്ടുപിടിക്കണം. സോ റേഡിയസിന് ഇവിടുന്ന് ഒരു ഇക്വേഷൻ ഉണ്ടാക്കുക, ബാക്കിയുള്ള ടേംസിനൊക്കെ എന്ത് ചെയ്യുക? അപ്പുറത്തോട്ട് കൊണ്ടുപോവുക. സോ റേഡിയസ് ഇസ് ഈക്വൽ ടു 4πε0 അപ്പുറത്തോട്ട് പോകുമ്പോൾ 1/4πε0 അതെല്ലാ ടേമും താഴോട്ട് വരും. ഇൻറ്റു പിന്നെ ഇവിടെ ആരുണ്ട്? കപ്പാസിറ്റൻസ് ഉണ്ട്. ഇതോട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഓരോ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4πε0 വാല്യൂ ആണ് 9 × 10⁹. ഓക്കെ, ഇൻറ്റു കപ്പാസിറ്റൻസ് ഇവിടെ തന്നിട്ടുണ്ട് 60 പൈക്കോഫാരഡ് ആണ്. കൺവേർട്ട് ചെയ്യണം, 60 × 10⁻⁻12 ഫാരഡ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 9 × 6 ആദ്യം ചെയ്യാം. അതിൻ്റെ ആൻസറാണ് 54. ഇൻറ്റു ബാക്കിയുള്ളതൊക്കെ നമ്മൾ സീറോസിൻ്റെ പ്ലസും മൈനസും ഒക്കെ എടുത്തിട്ട് നമ്മളൊന്ന് കമ്പൈൻ ചെയ്ത് പവർ ഉണ്ടാക്കി നോക്കാം. സോ ഇവിടെ 10ൻ്റെ മേലെ 9 ആണ് വന്നിട്ടുള്ളത്. സോ ഒരു 9 പവർ അവിടെ വന്നിട്ടുണ്ട്. ഇവിടെ 6ൻ്റെ കൂടെ ഒരു 0 കൂടെ ഉണ്ട്. സോ +1 വരാനുണ്ട്. ഇവിടെ 10ൻ്റെ മേലെ -12 ആണ്. അപ്പോൾ ഇനി അതിലോട്ട് -12 ചെയ്യാനുണ്ട്. സോ 9 + 1 10 ആണ്. 10 - 12 -2 മീറ്റർ ആണ്. 10⁻⁻2 മീറ്റർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ്? സെൻറ്റിമീറ്റർ ആണ്. സോ 54 സെൻറ്റിമീറ്റർ. സോ ഓപ്ഷൻ 2 ഇസ് ദി റൈറ്റ് ആൻസർ. ഓക്കെ, നല്ല കോൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ട് നല്ലൊരു അടിപൊളി ചോദ്യമായിരുന്നു അത്. പൊട്ടൻഷ്യൽ ഇക്വേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം, കപ്പാസിറ്റൻസിൻ്റെ ബേസിക് ഇക്വേഷനും അറിഞ്ഞിരിക്കണം. അത് വെച്ച് ഡിറൈവ് ചെയ്യാം. പക്ഷേ നമ്മുടെ എൻട്രൻസ് ഒക്കെ നോക്കുന്ന ആളായതുകൊണ്ട് നിങ്ങൾ ഇക്വേഷൻ ഇങ്ങനെ തന്നെ പഠിക്കുക. ഒരു സ്ഫെറിക്കൽ ഷേപ്പിലുള്ള ഒരു കപ്പാസിറ്റർ ആണെങ്കിൽ ആ കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് കാണാനുള്ള ഒരു ഇക്വേഷൻ കൂടിയാണത് 4πε0 റേഡിയസ് R. അതൊന്നും എന്ത് ചെയ്യുക? നിങ്ങൾ അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക കേട്ടോ. എന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് ചെയ്തു പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതെങ്ങനെ വന്നു എന്നുള്ളൊരു മെത്തേഡാണ് ഞാനിവിടെ കാണിച്ചു തന്നിട്ടുള്ളത്. ഓക്കെ, സോ ഇത്രയും ക്വസ്റ്റ്യൻസുകൾ. അപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ ബേസിക്കലി ഫസ്റ്റ് ചാപ്റ്റർ, സെക്കൻഡ് ചാപ്റ്റർ, അതായത് ടോട്ടലി നമ്മൾ വിളിക്കുക ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്നാണ് വിളിക്കുക. അപ്പോൾ അവിടെ വരുന്ന ഓരോ ചോദ്യങ്ങളും നമ്മൾ ടാക്കിൾ ചെയ്ത് പോരുമ്പോൾ തന്നെ നമ്മളവിടെ ഓരോ കോൺസെപ്റ്റും അതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചിലപ്പോൾ പ്രോപ്പർട്ടി ബേസ്ഡ് ചോദ്യങ്ങൾ വരാറുണ്ട്. ചാർജിൻ്റെ പ്രോപ്പർട്ടീസ്, ഗോസസിലൂടെ പ്രോപ്പർട്ടീസ്. അപ്പോൾ ഈ പ്രോപ്പർട്ടീസ് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഓരോ ലോയുടെ അണ്ടറിൽ വരുന്ന കുറേ പ്രോപ്പർട്ടീസൊക്കെ ഉണ്ട്. കൂളംസിലൂടെ പ്രോപ്പർട്ടീസൊക്കെ ഉണ്ടാവും, കൂളംസിലൂടെ ഇക്വേഷൻസ് ഉണ്ടാവും, പിന്നെ യൂണിറ്റുകൾ. അപ്പോൾ ഇങ്ങനെയുള്ള നമ്മളെ ബേസിക് ആയിട്ടുള്ള ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കോൺസെപ്റ്റും തിയറികളും ന്യൂമറിക്കൽസൊക്കെ വളരെ തറവായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഏതൊരാൾക്കും വളരെ ഈസി ആയിട്ട് ഈ ചോദ്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, സോ ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത സെഷനിൽ അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസുകളുമായിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.